ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 4th സ്റ്റാൻഡേർഡിലെ ഇന്നത്തെ EVS ക്ലാസ്സുമായി ബന്ധപ്പെട്ട സ്കൂൾ വർക്ക്ഷീറ്റാണ്. 4ലെ കൂട്ടം എന്ന വർക്ക്ഷീറ്റാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും ഈ വീഡിയോയിൽ ഒരുപോലെ ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സുകളിലായി കുറേയധികം പക്ഷികളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയല്ലോ കൂട്ടുകാരെ. നിങ്ങളുടെ വീട്ടിൽ പക്ഷികളെ വളർത്തുന്നുണ്ടോ? ചില കൂട്ടുകാരുടെയൊക്കെ വീട്ടിലുണ്ടാവും അല്ലേ, കോഴി, താറാവ് അതുപോലത്തെ പക്ഷികളൊക്കെ ഉണ്ടാവും അല്ലേ. ഓക്കെ, സാധാരണയായി നാം വളർത്തുന്ന പക്ഷികൾ ഏതെല്ലാമാണെന്ന് എഴുതി നോക്കൂ. ഒരുപാട് പക്ഷികളുണ്ടല്ലേ. എന്തൊക്കെയാണ്? കോഴി, താറാവ്, തത്ത, പ്രാവ്, കോഴി, അങ്ങനെ വിനോദത്തിനും വേണ്ടി നമ്മൾ വളർത്തുന്ന ഒരുപാട് പക്ഷികളുണ്ട്. ലവ് ബേർഡ്സ് ഇവയൊക്കെയില്ലേ. ഓക്കെ, കൂട്ടുകാരത് എഴുതുമല്ലോ. ഓക്കെ, ദെൻ ഇംഗ്ലീഷ് മീഡിയം നോക്കാം. Hello friends, in the last few classes we learned about so many birds. Do you rear birds in your house? What are the birds that we rear in house? Let's write. നമ്മൾ വീട്ടിൽ വളർത്തുന്ന പക്ഷികൾ ഏതൊക്കെയാണ്? യെസ്, കോക്ക്, ഹെൻ, ഡക്ക്, പീജിയൻ, പാരറ്റ്, ലവ് ബേർഡ്സ്. ഇതുപോലുള്ള പക്ഷികളല്ലേ. ഓക്കെ കൂട്ടുകാരത് എഴുതുമല്ലോ. ഇതൊക്കെ നമുക്ക് എഴുതാം. യെസ്, ഡക്ക്, കോക്ക്, ഹെൻ, പാരറ്റ്, ലവ് ബേർഡ്സ്, പിജിയൻ. അടുത്ത ചോദ്യം നോക്കൂ കൂട്ടുകാരെ. എന്തെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നാം ഇവയെ വളർത്തുന്നത്? വരുമാനത്തിന്, വിനോദത്തിന്, പിന്നെന്തിനൊക്കെയാണ് നാം ഇവയെ വളർത്തുന്നത് കൂട്ടുകാരെ? അതെ, മുട്ടയ്ക്ക്, മാംസത്തിന്, അതുപോലെ തന്നെ ഭക്ഷണാവശിഷ്ടങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിന്, അതുപോലെ വളത്തിനും ഇവയൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, ദെൻ ഇംഗ്ലീഷ് മീഡിയം നോക്കാം. For what we rear birds in our houses. First one, for entertainment, then for income. The next നമുക്ക് എന്ത് എഴുതാം? യെസ്, for egg. then എഴുതാം for meat, മാംസത്തിന് വേണ്ടി. then to utilize food waste. then for fertilizer. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കാം. മൂങ്ങ, പരുന്ത് തുടങ്ങിയ ഇരപിടിയന്മാരായ പക്ഷികളുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് നോക്കൂ. എന്തെല്ലാമാണ്? മറ്റു പക്ഷികൾക്ക് തലയുടെ ഇരുവശത്തുമാണ്. ഇവയ്ക്ക് മുൻവശത്താണ് കണ്ണ് കാണുന്നത്. കേതൻ കഴുത്ത് നല്ലതുപോലെ തിരിച്ച് ഇരുവശത്തെയും കാഴ്ച കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെ മങ്ങിയ പ്രകാശത്തിലും ഇവയ്ക്ക് കാഴ്ചയുണ്ട്. പക്ഷികളുടെ സംരക്ഷണത്തിലും പുനരധിവാസത്തിനായി കേരളത്തിൽ നിരവധി പക്ഷി സങ്കേതങ്ങളുണ്ട്. അവയിൽ പ്രധാനപ്പെട്ട ചിലത് നോക്കൂ. പക്ഷി സങ്കേതങ്ങളും സ്ഥിതി ചെയ്യുന്ന ജില്ലയും. പക്ഷി സങ്കേതങ്ങൾ: തട്ടേക്കാട് ഏത് ജില്ലയിലാണ്? അത് എറണാകുളം. കടലുണ്ടി മലപ്പുറം. പക്ഷിപാതാളം വയനാട്. കുമരകം കോട്ടയം. മംഗളവനം എറണാകുളം. ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം പാലക്കാട്. ദെൻ അരിപ്പ തിരുവനന്തപുരം. പാതിരാമണൽ പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ്? അതെ, ആലപ്പുഴ. കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുമല്ലോ. സലിമിലിയെക്കുറിച്ച് ഒരു ലഘുക്കുറിപ്പ് നൽകിയിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. പക്ഷി നിരീക്ഷണത്തിന് ശാസ്ത്രീയമായി ദിശാബോധം നൽകിയ പ്രശസ്തനായ ഇന്ത്യൻ പക്ഷി നിരീക്ഷകനാണ് ഡോക്ടർ സലീം അലി. ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ 12 ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഒരു കുരുവിയുടെ പതനം. എറണാകുളം ജില്ലയിലെ തട്ടേക്കാട് പക്ഷി സങ്കേതം സലീം അലി പക്ഷി സങ്കേതം എന്നും അറിയപ്പെടുന്നു. നമുക്ക് നൽകിയിരിക്കുന്ന പ്രവർത്തനം നോക്കൂ. കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് എഴുതി നോക്കാം. ഓക്കെ, കേരളത്തിലെ പക്ഷി സങ്കേതങ്ങൾ. ഫസ്റ്റ് വൺ എഴുതാം. തട്ടേക്കാട് പക്ഷി സങ്കേതം അഥവാ ഡോക്ടർ സലീം അലി പക്ഷി സങ്കേതം. കേരളത്തിൽ 1983 ഓഗസ്റ്റ് 27 നിലവിൽ വന്ന പക്ഷി സങ്കേതമാണ് ഡോക്ടർ സലീം അലി പക്ഷി സങ്കേതം അല്ലെങ്കിൽ തട്ടേക്കാട് പക്ഷി സങ്കേതം. എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ഒരു ഗ്രാമമാണ് തട്ടേക്കാട്. പുഴകളാൽ ചുറ്റപ്പെട്ട ഈ പ്രദേശം പക്ഷികളുടെ പറുദീസ എന്നാണ് അറിയപ്പെടുന്നത്. പല വംശത്തിലുള്ള നാട്ടുപക്ഷികളുടെ ആവാസ വ്യവസ്ഥയും കേരളത്തിലെ പ്രശസ്തമായ പക്ഷി സങ്കേതവുമാണ്. അവ കൂടാതെ പലതരം ദേശാടന പക്ഷികളും കാലാകാലങ്ങളിൽ അവിടെ എത്തുന്നു. പെരിയാർ നദി തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്നു. ഓക്കെ, ഇത് നെക്സ്റ്റ് എഴുതാം. കുമരകം പക്ഷി സങ്കേതം. കുമരകം പക്ഷി സങ്കേതം കേരളത്തിലെ കോട്ടയം ജില്ലയിലെ കുമരകത്ത് സ്ഥിതി ചെയ്യുന്നു. വേമ്പനാട് കായലിൻ്റെ തീരത്തായി നിലകൊള്ളുന്ന ഇത് വേമ്പനാട് പക്ഷി സങ്കേതം എന്ന പേരിലും അറിയപ്പെടുന്നു. കേതൻ 1847 ആൽഫ്രഡ് ജോസ് ബേക്കർ ആണ് ഒരു റബ്ബർ തോട്ടത്തിൽ ഈ പക്ഷി സങ്കേതം സ്ഥാപിച്ചത്. അക്കാലത്ത് ബേക്കർ എസ്റ്റേറ്റ് എന്നായിരുന്നു ഇത് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് എഴുതാം. മംഗളവനം പക്ഷി സങ്കേതം. കൊച്ചി നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള ഒരു ദ്വീപിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്.
കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നു. 2004 നിലവിൽ വന്ന മംഗളവനം പക്ഷിസങ്കേതം സംസ്ഥാന വകുപ്പിൻ്റെ കീഴിലുള്ള ഏറ്റവും ചെറിയ സംരക്ഷിത പ്രദേശമാണ്. കണ്ടൽ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷിസങ്കേതവുമാണിത്. ഇത് നെക്സ്റ്റ് പോയിന്റ് എഴുതാം. കണ്ടൽ എന്ന അർത്ഥം വരുന്ന മംഗൾ എന്ന പോർച്ചുഗീസ് പദത്തിൽ നിന്നുമാണ് മംഗളവനം എന്ന പേര് വന്നത്. കടലുണ്ടി പക്ഷിസങ്കേതം കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്ന് പഞ്ചായത്തിലെ കടലുണ്ടി നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷിസങ്കേതമാണ് കടലുണ്ടി പക്ഷിസങ്കേതം. ഈ പക്ഷിസങ്കേതം കടലുണ്ടിപ്പുഴ അറബിക്കടലിൽ ലയിക്കുന്ന ഭാഗത്ത് ചെറിയ തുരുത്തുകളിലായി പരന്നുകിടക്കുന്നു. 100-ലേറെ ഇനം തദ്ദേശീയ പക്ഷികളെയും 60 ഇനത്തിലേറെ ദേശാടന പക്ഷികളെയും ഇവിടെ കാണാം. ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രമാണ് ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം. പാലക്കാട് ജില്ലയിലെ ആലത്തൂർ ബ്ലോക്കിലെ തരൂർ പഞ്ചായത്തിലാണ് മയിലുകൾക്ക് മാത്രമായുള്ള ഈ സംരക്ഷണ കേന്ദ്രം. കാടുകളും നെൽപ്പാടങ്ങളും ധാരാളമുള്ള ഇവിടം മയിലുകൾ സുരക്ഷിതമായി വസിക്കാനും പ്രജനനത്തിനും വേണ്ടി 2007 കേന്ദ്ര സർക്കാരുകൾ മയിൽ സങ്കേതമാക്കിയത്. അടുത്ത പോയിന്റ് എഴുതാം. ഭാരതപ്പുഴയുടെ പോഷക നദിയായ ഗായത്രിപ്പുഴയുടെ തീരത്തുള്ള 342 ഹെക്ടർ സ്ഥലം ഇതിനായി വേർതിരിച്ചിരിക്കുന്നു. ഇന്ത്യയിലെ പ്രശസ്തനായ പക്ഷി നിരീക്ഷകനായിരുന്ന ഇന്ദുചൂഡൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്ന KK നീലകണ്ഠൻ്റെ ഓർമ്മയ്ക്ക് KK നീലകണ്ഠൻ മെമ്മോറിയൽ മയിൽ സാങ്ച്വറി എന്നാണ് പേരിട്ടിരിക്കുന്നത്. പക്ഷിപാതാളം കേരളത്തിലെ വയനാട് ജില്ലയിലെ കന്യാവനങ്ങൾക്കു നടുവിലുള്ള ഒരു പക്ഷി നിരീക്ഷണ കേന്ദ്രമാണ് പക്ഷിപാതാളം. തിരുനെല്ലിയിലെ ബ്രഹ്മഗിരികളിൽ ആണ് പക്ഷിപാതാളം. ചെങ്കുത്തായ മലകളും കന്യാവനങ്ങളും കാട്ടുചോലകളുമുള്ള ഇവിടം അനേകം ഇനത്തിൽപ്പെട്ട പക്ഷികളുടെ വാസസ്ഥലമാണ്. പാതിരാമണൽ വേമ്പനാട് കായലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ദ്വീപാണ് പാതിരാമണൽ. ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ പഞ്ചായത്തിലെ 10-ാം വാർഡിൻ്റെ ഭാഗമാണ് പാതിരാമണൽ. 100 കണക്കിന് ദേശാടന പക്ഷികളുടെ വാസസ്ഥലം കൂടിയാണ് ഈ ദ്വീപ്. പക്ഷി നിരീക്ഷകർക്ക് ഒരു പറുദീസയാണ് കുമരകം പക്ഷിസങ്കേതവും പാതിരാമണലും. അരിപ്പൽ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലായി സ്ഥിതി ചെയ്യുന്ന പ്രശസ്ത പക്ഷിസങ്കേതമായ അരിപ്പൽ ഒരു സംരക്ഷിത വനപ്രദേശമാണ്. മനോഹരമായ ഈ പ്രദേശം തിരുവനന്തപുരം ചെങ്കോട്ട റോഡിലാണുള്ളത്. ഭൂരിഭാഗവും തിരുവനന്തപുരം ജില്ലയിലാണ്. നെക്സ്റ്റ് എഴുതാം. മുണ്ടേരിക്കടവ് പക്ഷിസങ്കേതം കണ്ണൂർ ജില്ലയിലെ മുണ്ടേരി ഗ്രാമപഞ്ചായത്തിലാണ് പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഏത് ജില്ലയിലാണ്? അതെ, കണ്ണൂർ ജില്ലയിലാണ് അല്ലേ. കേരളത്തിലെ 4ാമത് സ്ഥാപിതമായ പക്ഷിസങ്കേതമാണ് മുണ്ടേരിക്കടവ് പക്ഷിസങ്കേതം. കേരളത്തിലെ 4ാമത് സ്ഥാപിതമായ പക്ഷിസങ്കേതമാണ് മുണ്ടേരിക്കടവ് പക്ഷിസങ്കേതം. അടുത്ത പോയിന്റ് എഴുതാം. 2012 പക്ഷിസങ്കേതമായിട്ട് പ്രഖ്യാപിച്ചത്. 2012 പക്ഷിസങ്കേതമായി പ്രഖ്യാപിച്ചത്. അതുപോലെ വിവിധയിനം ദേശാടന പക്ഷികളുടെ സങ്കേതമാണ് ഈ പക്ഷിസങ്കേതം. വിവിധയിനം ദേശാടന പക്ഷികളുടെ സങ്കേതമാണ് ഈ പക്ഷിസങ്കേതം. 200-ലധികം സ്പീഷീസുകളായി ലക്ഷക്കണക്കിന് പക്ഷികൾ വർഷം തോറും ഇവിടെ സന്ദർശകരായി എത്തുന്നുണ്ടെന്നാണ് പക്ഷി നിരീക്ഷകരുടെ കണക്ക്. ഇവിടുത്തെ ജൈവ വൈവിധ്യവും കാലാവസ്ഥയുടെ പ്രത്യേകതകളുമാണ് പ്രധാനമായും പക്ഷികളെ ഇവിടേക്ക് ആകർഷിക്കുന്നത്. അതായത് 200-ലധികം സ്പീഷീസിലായി ലക്ഷക്കണക്കിന് പക്ഷികൾ വർഷം തോറും ഇവിടെ സന്ദർശകരായി എത്തുന്നുണ്ടെന്നാണ് പക്ഷി നിരീക്ഷകരുടെ കണക്ക്. അതുപോലെ ഇവിടുത്തെ ജൈവ വൈവിധ്യവും കാലാവസ്ഥയുടെ പ്രത്യേകതകളുമാണ് പ്രധാനമായും പക്ഷികളെ ഇവിടേക്ക് ആകർഷിക്കുന്നത്. കൂട്ടുകാരും ഇതുപോലെ പക്ഷി സങ്കേതങ്ങളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ഇംഗ്ലീഷ് മീഡിയം നോക്കാം. ലെറ്റ്സ് സീ ദ ഫീച്ചേഴ്സ് ഓഫ് predatory birds like owl and eagle. The birds have eyes at the front side of the head. ഇവയ്ക്ക് എങ്ങനെയാണ്? ഹെഡിൻ്റെ ഫ്രണ്ട് സൈഡിലാണ് ഇവരുടെ കണ്ണുകൾ എന്ന് പറയുന്നത്. അതർ ബേർഡ്സ് ഹാവ് യൂസ് ഐസ് അറ്റ് ദ 2 sides ഓഫ് ദ ഹെഡ്. മറ്റ് പക്ഷികളുടെ കൂട്ടുകാരെ എവിടെയാണ് കണ്ടിട്ടുള്ളത്? തലയുടെ ഇരുവശങ്ങളിലുമായിട്ടാണല്ലേ. They can tilt their neck maximum to observe the views at both sides. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടില്ലേ, മുങ്ങയുടെ കഴുത്ത് എങ്ങനെയാണ്? Tilt their neck maximum. Then they have eyesight even at dim night. Then there are many bird sanctuaries in Kerala for the protection and rehabilitation of birds. Some of them are given below. Bird sanctuaries and the district they situate. നമുക്ക് നോക്കാം.
ബേർഡ് സാങ്ച്വറീസ് തട്ടേക്കാട് ഡിസ്ട്രിക്റ്റ് ഏതാണ്? യെസ്, എറണാകുളം. ദെൻ കടലുണ്ടി മലപ്പുറം. പക്ഷിപാതാളം വയനാട്, കുമരകം കോട്ടയം, മംഗലവനം എറണാകുളം, അരിപ്പ തിരുവനന്തപുരം, ചൂലന്നൂർ പാലക്കാട്. പാതിരാമണൽ ബേർഡ് സാങ്ച്വറി യെസ്, ആലപ്പുഴ. ഓക്കെ, ദ നെക്സ്റ്റ് നോക്കൂ. കളക്ട് മോർ ഇൻഫോർമേഷൻ അബൌട്ട് ദ ബേർഡ് സാങ്ച്വറീസ് ഇൻ കേരള. പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് അബൌട്ട് ബേർഡ് സാങ്ച്വറീസ് ഇൻ കേരള. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് നോക്കിയാലോ. എന്താണ് പറഞ്ഞിട്ടുള്ളത്? കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളെക്കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എഴുതി നോക്കാം. ഓക്കെ, ബേർഡ് സാങ്ച്വറീസ് ഇൻ കേരള. തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി അഥവാ സലീം അലി ബേർഡ് സാങ്ച്വറി. The first bird sanctuary in Kerala established in 1983 August 27. It is located at Kodamangalam in Ernakulam. It is on the northern bank of the Periyar River. Salim Ali, the internationally renowned ornithologist, described this sanctuary as the richest bird habitat in India. More than 300 species of birds are found here. Okay, then Kumaragam Bird Sanctuary. Kumaragam Bird Sanctuary is situated at Kumaragam in Kottayam. It is on the banks of Vembanad Lake. Developed in a rubber plantation as a bird sanctuary by Englishman George Alfred Baker. It was formerly known as Baker's Estate. It is a favorite place of migratory birds. Then Mangalavanam Bird Sanctuary. It is situated at the center of Kochi. It is often regarded as the Green Lungs of Kochi. ഗ്രീൻ ലങ്സ് ഓഫ് കൊച്ചി എന്നറിയപ്പെടുന്നത് ഏതാണ്? യെസ്, മംഗളവനം ബേർഡ് സാങ്ച്വറി. ഓക്കെ, ഇറ്റ് ഹാസ് എ മേജർ റോൾ ഇൻ കീപ്പിംഗ് ദ സിറ്റീസ് എയർ പൊല്യൂഷൻ അണ്ടർ ചെക്ക്. ഇറ്റ് ഈസ് നെസ്റ്റിംഗ് ഗ്രൗണ്ട് ഫോർ മെനി കൈൻഡ് ഓഫ് റെസിഡൻറ്റ് ആൻഡ് മൈഗ്രേറ്ററി ബേർഡ്സ്. ദ സ്മോളസ്റ്റ് ബേർഡ് സാങ്ച്വറി ഇൻ കേരള. ഓക്കെ, ദെൻ നെക്സ്റ്റ് എഴുതാം. കടലുണ്ടി ബേർഡ് സാങ്ച്വറി. ദ കടലുണ്ടി ബേർഡ് സാങ്ച്വറി ലൈസ് ഇൻ ദ മലപ്പുറം ഡിസ്ട്രിക്ട്. It spreads over a cluster of islands where Kadalundipuzha flows into the Arabian Sea. The notable species found here are Wimbers and Brahmini kites. Okay, the next is Padiramanal. Padiramanal is a small island in the middle of Vembanad Lake in Alappuzha. It is home to many rare varieties of migratory birds. Okay, the next is Pakshipadalam. It is a bird sanctuary and tourist location in Wayanad. It is rich in bird diversity. Okay, the next, Chulannur Peafowl Sanctuary. It is located in Palakkad. It is famous for peacock. Mailadumpara popularly is known as Chulannur Peafowl Sanctuary. To honor the renowned ornithologist K.K. Neelakandan, the sanctuary was renamed as K.K. Neelakandan Memorial Peafowl Sanctuary. It is dedicated to the memory of Sri K.K. Neelakandan. Okay, the next നമുക്ക് എഴുതാം. മുണ്ടേരിക്കടവ് Bird Sanctuary. Munderikadavu Bird Sanctuary is a biodiversity-rich wetland area which is a suburb of Kannur. This area is famous for migratory birds. It is estimated that thousands of birds, including around 60 species of migrant birds, are present at Munderikadavu Bird Sanctuary. Munderikadavu described the place as biodiversity treasure house. Okay, then this is the only place in Kerala where one can find greater spotted eagle and garganate wild ducks abundantly. Okay, the next നമുക്ക് എഴുതാം Arippa. Arippa, the spectacular wooded highlands of Western Ghats, is located 52 kilometers away from Trivandrum city. Arippa is known for its diverse species of bird and wildlife and is renowned home for bird watchers. ഓക്കെ കൂട്ടുകാരും എന്ത് ചെയ്യുക? ഇതുപോലെ ബേർഡ് സാങ്ച്വറീസ്, കേരളത്തിലെ ബേർഡ് സാങ്ച്വറിനെ കുറിച്ച്, പക്ഷി സങ്കേതങ്ങളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ഡു യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ബേർഡ്സ് ആർ വെരി ഹെൽപ്ഫുൾ ടു അവർ എൻവിയോൺമെൻറ്റ് ആൻഡ് ഇറ്റ്സ് അവർ ഡ്യൂട്ടി ടു പ്രൊട്ടക്ട് ദം? വാട്ട് ആർ ദ റീസൺസ് ഫോർ ദ ഡിക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ബേർഡ്സ്? ലെറ്റ്സ് സീ. എന്തൊക്കെയാണ്? എക്സസീവ് യൂസ് ഓഫ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ്, ദെൻ ഡിഫോറസ്റ്റേഷൻ, ദെൻ ഹണ്ടിങ് ബേർഡ്സ്, ദെൻ ലാക്ക് ഓഫ് നാച്ചുറൽ ഡ്വെല്ലിംഗ് പ്ലേസസ്, then air, water, pollutions. Okay, then മലയാളം മീഡിയം നോക്കൂ. പക്ഷികൾ നമ്മുടെ പരിസ്ഥിതിക്ക് ഏറെ ഗുണം ചെയ്യുന്നുണ്ടെന്നും അവയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. പക്ഷികളുടെ എണ്ണത്തിൽ കുറവ് വരുന്നതിനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കൂ. എന്തെല്ലാമാണ്? വർദ്ധിച്ച കീടനാശിനി പ്രയോഗം, വനനശീകരണം, വേട്ടയാടൽ, സ്വാഭാവിക വാസസ്ഥലങ്ങളുടെ കുറവ്. പിന്നെ എന്തൊക്കെയാണ് കൂട്ടുകാരെ അതിനുള്ള കാരണങ്ങൾ? ഓക്കെ, നമുക്ക് എഴുതി നോക്കാം.
ബീങ് യൂസ്ഡ് ആസ് ഫുഡ് ഭക്ഷണത്തിനായുള്ള ഉപയോഗം. അതുപോലെ തന്നെ ഫോറസ്റ്റ് ഫയർ കാട്ടുതീ. ദെൻ ക്ലൈമറ്റ് ചേഞ്ച് കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ. ദെൻ ലാക്ക് ഓഫ് അവൈലബിലിറ്റി ഓഫ് ഫുഡ് ഗ്രെയിൻസ് ഭക്ഷ്യധാന്യങ്ങളുടെ ലഭ്യതക്കുറവ്. ഓക്കെ, ദെൻ ദ റീസൺ ഇൻക്രീസ് ഇൻ സെൽഫോൺ ടവേഴ്സ് ആൻഡ് വിൻഡ് മിൽസ് ടെലിഫോൺ ടവറുകളുടെയും കാറ്റാടി യന്ത്രങ്ങളുടെയും എണ്ണത്തിലുണ്ടായ വർധനവ്. ഇതൊക്കെയല്ലേ കൂട്ടുകാരെ പക്ഷികളുടെ എണ്ണത്തിൽ കുറവ് വരുന്നതിനുള്ള കാരണങ്ങൾ. ഓക്കെ കൂട്ടുകാരെ, അങ്ങനെ ഈ വർക്ക്ഷീറ്റിലെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ വന്ന കമൻറ്റുകൾ നോക്കാം. ഫേസ്റ്റ് കമൻറ്റ് നോക്കാം. നൗഷാദ് കെ, ഞാൻ 7th ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ അനിയൻ പഠിക്കുമ്പോൾ ഞാനും അടുത്തുണ്ടാവും. നല്ല ക്ലാസ്സാണ്, സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക്സ് ഡിയർ. കെ വിനു കെ. ദെൻ സുജ ടീച്ചറെ ക്ലാസ് എനിക്ക് ഏറെ ഇഷ്ടമായി. താങ്ക് യു സോ മച്ച്. ഓക്കെ ഡിയർ, നമുക്ക് സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്ത് നമ്മുടെ ഒരു കൂട്ടുകാരിയാണ്. ഓക്കെ, ദെൻ ബേർഡ്സ്, ഹായ് ടീച്ചർ, എനിക്ക് ക്ലാസ് നന്നായി മനസ്സിലാവുന്നുണ്ട്. താങ്ക് യു ടീച്ചർ. ഐ ആം മുസ്തഫ. ഓക്കെ, ഹായ് മുസ്തഫ. ദെൻ നൗഷാദ് വീണ്ടും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. മൈ നെയിം ഫിദ, നല്ല ക്ലാസ്സാണ്, സൂപ്പർ. ഓക്കെ, ഹായ് ഫിദ. ദെൻ സുജ വളരെ ഉപകാരപ്പെടുന്നുണ്ട് എല്ലാവർക്കും ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. ഓക്കെ, ദെൻ വേണു കെ ടീച്ചർ. ദെൻ ശ്രീജേഷ് പി ലൈക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ സിജി മനോജ് സൂപ്പർ. ദെൻ രമേഷ് കുമാർ, നല്ല ക്ലാസ് ടീച്ചർ. ഞാൻ ആയിദിത്ത്, എനിക്കൊരു ഹായ് തരുമോ? ഹായ് ഡിയർ. ദെൻ അമ്പിളി മോഹൻ, താങ്ക്സ് ടീച്ചർ, എനിക്കൊരു ബിഗ് ഹായ് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ അമ്പിളി മോഹൻ, ബിഗ് ഹായ്. ദെൻ നൗഷാദ് കെ, ഞാൻ 4th ക്ലാസ്സിൽ പഠിക്കുന്നു. മൈ നെയിം അദ്നൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഹായ് ഡിയർ. ദെൻ സാദിയ സെയ്താലി സൂപ്പർ. ദെൻ ജിൻസി ജുബിത് സൂപ്പർ. ഇവരൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്ത് നമ്മുടെ കൂട്ടുകാരാണ്. ഓക്കെ, ദെൻ വേണു കെ ടീച്ചർ, ഇംഗ്ലീഷ് മീഡിയം ഇല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിൽ ഇംഗ്ലീഷ് മീഡിയവും ഉണ്ട്. നമ്മളെപ്പോഴും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും ഒരു വീഡിയോ ആയിട്ടാണ്. ഓക്കെ, തീർത്ത ബ്ലോഗർ, ഞാൻ തീർത്ത, എനിക്കൊരു ഹായ് തരുമോ പ്ലീസ്? ഹായ് തീർത്ത. ദെൻ രശ്മി സുരേഷ് സൂപ്പർ ക്ലാസ് ടീച്ചർ. ദെൻ ഷബ്ന ഷന സൂപ്പർ, ഹായ് പറയൂ. മൈ നെയിം ഈസ് ഹിബ. ഓക്കെ, ഹായ് ഹിബ. ദെൻ നജീമ എൻ, ഹായ് ടീച്ചർ. ഓക്കെ, ഹായ് നജീമ. ദെൻ രമ്യ, ഹായ് മിസ്. ഓക്കെ, ഹായ് രമ്യ. ഇതൊക്കെയായിരുന്നു നമുക്ക് കഴിഞ്ഞ വീഡിയോയ്ക്ക് വന്ന കമൻറ്റുകൾ. നിങ്ങൾ നൽകുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.